Hello dears, welcome back to ISK Easy English. Dear friends, നമ്മൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോ, അതായത് ഹൗ ടു മേക്ക് സെന്റൻസ്, എങ്ങനെ വാചകം ഉണ്ടാക്കാം അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന ടോപ്പിക്കിൽ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ അതിന്റെ ഫസ്റ്റ് പാർട്ട്, ഒന്നാം പാർട്ട് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പൊ ഈ പാർട്ട് ആദ്യമായിട്ടാണ് ഈ പാർട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒന്നാമത്തെ ഭാഗം ഒന്ന് കാണണം. അതിന്റെ തുടർച്ചയാണിത്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ്, ഏറ്റവും സിമ്പിൾ സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെന്റൻസിന്റെ ഓർഡർ, സെന്റൻസിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്നലെ അതിൽ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ള പാറ്റേൺ ആണ്. എക്സാമ്പിൾസ് ഇന്നലെ പറഞ്ഞിരുന്നു. ഐ ഗോ, വി ഗോ, വി ഈറ്റ് അല്ലെ, നമ്മൾ കഴിക്കുന്നു. അതുപോലെ തന്നെ ദേ ഡ്രിങ്ക്, അവർ കുടിക്കുന്നു. ദേ കം, അവർ വരുന്നു. ഇതുപോലുള്ള എക്സാമ്പിൾസ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് സബ്ജക്റ്റും അതിൻ്റെ കൂടെ V1 വെർബ്, വി സി നമ്മൾ കാണുന്നു, വി കം നമ്മൾ വരുന്നു, വി ബൈ നമ്മൾ വാങ്ങുന്നു, അല്ലെങ്കിൽ വി പർച്ചേസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, വി സ്റ്റഡി നമ്മൾ പഠിക്കുന്നു. ഇത്തരത്തിലുള്ള സെന്റൻസുകൾ. അപ്പോൾ നോക്കപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരു സബ്ജക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു വെർബും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോക്കാം, വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം, വെർബ് എന്ന് പറയുമ്പോൾ പിന്നെ മെയിൻ വെർബും വരുന്നുണ്ട്, ഓക്സിലറി വെർബും വരുന്നുണ്ട്. അപ്പൊ ഈ സെന്റൻസുകളിൽ നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് പ്ലസ് V1 എന്നുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പൊ നമുക്കിതിൽ ഓക്സിലറി വെർബും കൂടി ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ പറയാം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ ആം പ്ലേയിങ്, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം റീഡിങ്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ നോക്കൂ. ഞാൻ ഐ എന്നുള്ളതിന്റെ കൂടെ ഐ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിക്കുന്നു എന്നാണ് സാധാരണ സബ്ജക്റ്റിന്റെ കൂടെ V1 ആയിട്ടുള്ള ഒരു വെർബ് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ആ വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ്. റീഡ് എന്നുള്ള, സോറി, രണ്ടാമത്തെ രൂപമല്ല, ആ വെർബിന്റെ കൂടെ ഞാൻ ING ചേർത്തു. അങ്ങനെ അതിന്റെ ING രൂപമാണ് ഞാൻ ഉപയോഗിച്ചത്. നമ്മളതിൽ പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ, സോറി, ഇതിന്റെ ING രൂപമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ആം റീഡിങ്. അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഐ റീഡ് എന്ന് പറയാം, അതുപോലെ തന്നെ ഐ സിങ് എന്ന് പറയാം, ഐ കം എന്ന് പറയാം. ഒരിക്കലും നമുക്ക് ഐ കമ്മിങ് എന്ന് പറയാൻ പറ്റില്ല. കം എന്നുള്ളതിന്റെ കൂടെ ING ചേർക്കുന്നതാണ് എന്ത്, കമ്മിങ് എന്നുള്ളത്. കം എന്നുള്ളതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് കമ്മിങ്. ഐ കം എന്ന് പറയാൻ പറ്റും, ഒരിക്കലും ഐ ആം കമ്മിങ്, ഐ കമ്മിങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ING രൂപം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ടും അത് ഏത് ടെൻസിലാണെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ബി ഫോംസ് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഏതൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ള ബി ഫോംസ്? അപ്പൊ നമ്മൾ ആ ബി ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റിൽ വരുന്നത് ഈസ്, ആറ്, ആം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് ഈസിന്റെ അർത്ഥം? അതേപോലെ തന്നെ എന്താണ് ആറിന്റെ അർത്ഥം? എന്താണ് ആമിന്റെ അർത്ഥം? ആലോചിക്കൂ, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മൂന്നിനും, ഈസ് എന്ന് പറഞ്ഞാലും ആർ എന്ന് പറഞ്ഞാലും ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് അർത്ഥം. അപ്പൊ ചില കുട്ടികൾക്ക്, ചിലർക്ക് സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഒന്ന് പോരെ, അതായത് ഈസും മതിയല്ലോ, പിന്നെ എന്തിനാണ് ആറും ആമും? വെറുതെ നമ്മൾ മൂന്നെണ്ണം പഠിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ആറ് മാത്രം പഠിക്കാം, അല്ലെങ്കിൽ ആമ് മാത്രം പഠിക്കാം, അതല്ലെങ്കിലോ ഈസ് മാത്രം പഠിക്കാം. എന്തിനാണ് നമ്മൾ റിസ്ക് എടുത്തത് മൂന്നും പാടെ പഠിക്കുന്നത് എന്നുള്ള സംശയം പലർക്കും തോന്നാം. പക്ഷെ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആം എന്നുള്ളത് നമ്മൾ പ്രസന്റില് ഐന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ. ആം എന്നുള്ളത് അത് നിങ്ങൾ നേരെ ശ്രദ്ധിച്ചു വെക്കാട്ടോ. ആം എന്നുള്ളത് പ്രസന്റില് ഐന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്, ആം. ഇനി ഹി എന്നുള്ളത്, സോറി, ഈസ് എന്നുള്ളത്, അതായത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സിംഗുലർ ആയ സബ്ജക്റ്റുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി എന്നുള്ളത് സിംഗുലർ ആയ സബ്ജക്റ്റ് ആണ്, ഷീ എന്നുള്ളത് സിംഗുലർ ആയ സബ്ജക്റ്റുകളാണ്,
സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ റാം എന്ന പേര്, മോഹൻ എന്ന പേര്, സ്റ്റുഡന്റ് എന്നുള്ളത്, ട്രീ എന്നുള്ളത്, ബേർഡ് എന്നുള്ളത്. അപ്പൊ ഇതുപോലെ ഒന്നിനെ സൂചിപ്പിക്കുന്ന നാമങ്ങളെല്ലാം സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഉദാഹരണത്തിന് രാജു ഈസ് എ സ്റ്റുഡന്റ്, രാജു ഈസ് റീഡിങ്, രാഹുൽ ഈസ് കമ്മിങ്, രഘു ഈസ് സിംഗിങ്, അർജുൻ ഈസ് ഗോയിങ്. അല്ല, ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ രഘു എന്ന് പറഞ്ഞാലും രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഓരോ ആളുകളാണ്, ഓരോരുത്തരാണ്. അപ്പൊ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ഒരാളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ, സിംഗുലർ എന്ന് പറയാം. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് അത് ആളുടെ പേരാവാം, വസ്തുക്കളുടെ പേരാവാം, എന്തുമാവാം. സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പക്ഷികളുടെ പേരാവാം, മൃഗത്തിന്റെ പേരാവാം, രാജ്യത്തിന്റെ പേര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ ഈസ് എന്നാണ് പറയാം, ഒരിക്കലും ഇന്ത്യ ആർ എന്ന് പറയില്ല. ഇന്ത്യ എന്ന് പറയുമ്പോൾ എത്ര രാജ്യമുണ്ട്? ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യമാണ് അല്ലെ. ഇന്ത്യ ഈസ് മൈ കൺട്രി. എന്നാൽ അടുത്ത സെന്റൻസ് എന്താ നമ്മുടെ പ്രതിജ്ഞയിൽ വരുന്നത്? ഓൾ ഇന്ത്യൻസ്. അപ്പൊ എത്ര ആളുണ്ട്? എല്ലാ ഇന്ത്യക്കാരും. ഓൾ ഇന്ത്യൻ എന്നല്ല പറഞ്ഞത്, ഓൾ ഇന്ത്യൻസ് ആർ. അപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സ്റ്റുഡൻസ്, ഒരു കുട്ടിയെ നമ്മൾ സ്റ്റുഡന്റ് എന്നേ പറയൂ. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ്, ഒരു വിദ്യാർത്ഥി. സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ നമ്മൾ എന്താ പറയാ? ചൈൽഡ്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലോ ചിൽഡ്രൻ. സാധാരണ നമ്മളൊരു പുരുഷനെ എന്താ പറയാ? മാൻ എന്ന് പറയും, മാൻ, പുരുഷൻ. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലോ മെൻ, പുരുഷന്മാർ. ഒരു സ്ത്രീ, ഒരാളാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ പറയുന്നത് വുമൻ എന്ന, വുമൻ. ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടെങ്കിലോ വിമൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് സബ്ജക്റ്റ് ആയി വരുന്നവ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് ഉപയോഗിക്കും. സബ്ജക്റ്റ് ആയിട്ട് വരുന്നവ, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കും. ദെൻ നെക്സ്റ്റ് വൺ. അപ്പൊ സബ്ജക്റ്റ് ഐ വന്നു കഴിഞ്ഞാലോ ആലോചിച്ച് നോക്കൂ. സബ്ജക്റ്റ് ഐ വരുമ്പോ നമ്മൾ ഈസ് ആണോ ഉപയോഗിക്കുക, ആർ ആണോ ഉപയോഗിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, സബ്ജക്റ്റ് ഐ വരുമ്പോ നമുക്ക് ഈസും ഉപയോഗിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ നമുക്ക് ആറും ഉപയോഗിക്കാൻ പറ്റില്ല. പകരം എന്ത് ഉപയോഗിക്കണം? ആം ഉപയോഗിക്കണം. ആം, ആം കമ്മിങ് അല്ലേ. അതുപോലെ തന്നെ ആം റൈറ്റിംഗ്, ആം റീഡിങ്, ആം പ്ലേയിങ്. ഇനി സബ്ജക്റ്റ് മാറ്റി സിംഗുലർ. എക്സാമ്പിളിന് ബേർഡ് അല്ലെ, ബേർഡ് പക്ഷി. ബേർഡ് ഈസ് ഫ്ലൈയിങ്, പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദ മാൻ ഈസ് വാക്കിംഗ്. ദ മാൻ എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട്? ഒരാള് അല്ലെ. ദ മാൻ ഈസ് എന്ന ആളെണ്ണം കൂടി. വിമൺ, സ്ത്രീകള്. വിമൺ ആർ കമ്മിങ്, സ്ത്രീകള് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സെന്റൻസുകൾ ഇപ്പൊ നേരത്തെ നമ്മൾ പറയുമ്പോൾ വിമൺ എന്ന് പറയുമ്പോൾ നമ്മൾ കം എന്ന് പറയും, സ്ത്രീകള് വരുന്നു. വുമൺ എന്നാണെങ്കിലോ കംസ് അല്ലെ. വുമൺ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, വി1 വെർബ് ഉപയോഗിക്കുമ്പോൾ യെസ് ഫോം ഉപയോഗിക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ ആ വെർബിനെ നമ്മൾ ING രൂപത്തിലേക്ക് മാറ്റി. ING രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ആ വെർബ് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കാണിക്കും. അപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വെർബുകളെ മാത്രമേ നമുക്ക് INGക്ക് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഐ ലൈക്ക് ഐസ്ക്രീം. ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ, എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമല്ലേ. അപ്പൊ ഞാൻ പറയാണ് ഐ ലൈക്ക് ഐസ്ക്രീം, ഞാൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും നമ്മൾ ഇത് ING രൂപത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. ഐ ആം ലൈക്കിംഗ് ഐസ്ക്രീം എന്ന് നമ്മൾ പറയോ? ഈ ലൈക്ക് എന്ന വെർബ്, ഈ ലൈക്ക് എന്നുള്ളത് വെർബ് എത്തരത്തിലുള്ള, ഏത് തരം പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വെർബാണ് ലൈക്ക്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലൈക്ക് എന്ന് പറയുന്ന പ്രവൃത്തി എവിടെ നടക്കുന്നു? ലൈക്ക് എന്ന് പറയുന്ന പ്രവൃത്തി ഞാൻ എൻ്റെ കൈകൊണ്ടാണോ ചെയ്യുന്നത്, അല്ല കാലുകൊണ്ടാണോ, അതല്ല കണ്ണുകൊണ്ടാണോ, എവിടെ നടക്കുന്ന പ്രവൃത്തിയാ? ലൈക്കിന്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയില്ലേ? അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഞാൻ തന്നെ പറയും ഈ ചാനല് അല്ലെ, ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഞാൻ പറയും ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. കാരണം നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? ലൈക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സറിഞ്ഞ് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ മനസ്സിലുള്ള പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മെന്റൽ ആക്ഷൻ, അതായത് നമ്മളുടെ മെന്റൽ സ്റ്റേറ്റിനെ കാണിക്കുന്ന പ്രവൃത്തി.
അതാണ് ലൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വെർബുകൾ ജസ്റ്റ് ലൈക്ക്, ലൈക്ക്, ലവ്, ടേസ്റ്റ്. നമ്മളൊരു ഭക്ഷണമൊക്കെ രുചിച്ചിട്ട് ഇങ്ങനെ പറയില്ലേ കൊള്ളാം അല്ലേ, ആ ഒരു അപ്പൊ മാനസികമായിട്ടുള്ള ഒരു ഫീലാണ് കൊള്ളാം, അതിന്റെ ടേസ്റ്റ്. അപ്പൊ ഇത്തരത്തിൽ അതുപോലെ തന്നെ തിങ്ക് അല്ലെ, നമ്മളെ ചിന്ത, ഐ തിങ്ക്. അപ്പൊ ഇത്തരത്തിലുള്ള വെർബുകൾ, അപ്പൊ ഞാൻ എക്സാമ്പിൾ 2-3-4 വെർബ് ഞാൻ പറഞ്ഞു അല്ലെ. ലവ് എന്നുള്ളത്, ഐ ലവ് യു, ഒരിക്കലും ഐ ആം ലവിങ് എന്ന് പറയില്ല. കാരണം അത് ഒരു മെന്റൽ സ്റ്റേറ്റിനെ, മാനസികാവസ്ഥയെ കാണിക്കുന്ന വെർബാണത്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ഏത്, ലൈക്ക് എന്നുള്ളത്, ഐ ലൈക്ക് ഐസ്ക്രീം, ഞാൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഞാനൊരു 2-3 വെർബ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ്, ലൈക്ക്, ലവ്, പിന്നെ അതുപോലെ തന്നെ ഫീൽ, ഐ ഫീൽ അല്ലേ, ഐ ഫീൽ ഗുഡ്, കുഴപ്പമില്ല ഞാൻ നന്നായിരിക്കുന്നു അല്ലെ, ഐ ഫീൽ ഗുഡ്. അപ്പൊ ഇത്തരത്തിലുള്ള വെർബുകൾ നമ്മൾ ING രൂപത്തിലേക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ മാറ്റരുത്. അപ്പൊ നിങ്ങൾ ഇത്തരത്തില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതല്ലാത്ത വെർബുകളുണ്ട്, ഏത് ഇത്തരത്തിൽ തന്നെ ഉപയോഗിക്കുന്നത്. എന്നൊരു കാര്യം മനസ്സിലാക്കുക, ING രൂപത്തിലേക്ക് മാറ്റുന്ന വെർബുകളുണ്ട്, അതായത് ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വെർബുകള് ആക്ഷൻ അല്ല, അവസ്ഥയാണ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കാണിക്കുന്ന വെർബുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, ING രൂപത്തിലേക്ക് മാറ്റരുത്. അതേ സമയത്ത് നമ്മൾ ആക്ഷനെ കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലേ, റീഡ്, റൈറ്റ്, സിങ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ING രൂപത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് ഇനി ചില വെർബുകളുണ്ട് 2 രീതിയിലും ഉപയോഗിക്കുന്നതുണ്ട്. ING രീതിയിൽ ഉപയോഗിക്കുന്ന വെർബുകളുണ്ട്, അതുപോലെ തന്നെ V1 ആയിട്ട് ഉപയോഗിക്കുന്ന വെർബുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വെർബുകൾ, അതായത് V1 രൂപത്തിൽ മാത്രം, ജസ്റ്റ് ലൈക്ക് ലവ് എന്നുള്ള വെർബ് V1 ആയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ലവിങ് എന്ന് നമ്മൾ ഉപയോഗിക്കില്ല വെർബായിട്ട്. അതേപോലെ തന്നെയാണ് ലൈക്കും. അപ്പൊ ഇത്തരത്തിലുള്ള വെർബുകൾ അറിയാവുന്ന ആളുകൾ, ഞാൻ 2-3-4 വെർബുകളല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ പെടാത്ത വെർബുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന വെർബുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഞാൻ ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നോക്കാം, നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയുടെ അടുത്ത പാർട്ട്, നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ ഇതിന്റെ 3-ാമത്തെ പാർട്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഡൗട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ഡൗട്ട്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ, അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, ചാനൽ ഗ്രോ ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, പുതുതായിട്ട് കാണുന്ന ആളുകൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ സ്റ്റുഡൻസിന്, ഒരു 5-ാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്, അവർക്ക് ഉപകാരമുള്ള വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.